ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോയിലൂടെ നമ്മളിന്ന് ഒരു നെക്ക് ഡിസൈനാണ് കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ നെക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ചുരിദാർ ടോപ്പിലും കുർത്തിയിലുമൊക്കെ നെക്ക് ചെയ്യുമ്പോൾ നമ്മൾ പൈപ്പിംഗ് ഒക്കെ വെക്കാറില്ലേ? അപ്പോൾ നമുക്ക് പൈപ്പിംഗ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ബ്ലൗസിൻ്റെയൊക്കെ കഴുത്തിന് പടി വെട്ടിയെടുക്കത്തില്ലേ, അതുപോലെ കുറച്ച് ക്രോസ് പീസ് ആദ്യം വെട്ടിയെടുത്ത് നമുക്ക് കൂട്ടിച്ചേർത്ത് വെക്കാം. അതിനുശേഷം ഇതുപോലത്തെ ത്രെഡ്, കുറച്ച് കട്ടിയുള്ള ത്രെഡ് എടുക്കുക. അത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. എന്നിട്ട് നമ്മൾ ആ ക്രോസ് പീസിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് നമ്മുടെ ആ ത്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മളുടെ എടുത്തിരിക്കുന്ന പീസ് ഇതുപോലെ അങ്ങോട്ട് നേരെ പകുതിയായിട്ട് മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ആദ്യം നമുക്ക് നമ്മുടെ ക്രോസ് പീസൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ ചുളുക്കവും മടക്കവും ഒന്നും ഇല്ലാതെ ഇരിക്കും. പിന്നെ നമ്മൾ പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രഷർ ഫുട്ട്. നമ്മളിത് നോർമൽ പ്രഷർ ഫുട്ടാണ്, അതൊന്ന് ചേഞ്ച് ചെയ്യണം. ഇത് നമ്മൾ സാധാരണ എല്ലാം തയ്ക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഈ പ്രഷർ ഫുട്ട് കണ്ടോ, ഇത് സിംഗിൾ പ്രഷർ ഫുട്ടാണ്. അപ്പം ഇതാണ് നമ്മൾ പൈപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നത്. ഇതുപോലെ നമുക്ക് നമ്മുടെ പ്രഷർ ഫുട്ടൊന്ന് മാറ്റിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ത്രെഡ് ഒന്ന് കൂട്ടിയടിച്ച് കൊടുക്കണം. നമ്മുടെ ഈ പട്ടിയിലേക്ക് അതായത് ഈ ക്രോസ് പീസ് എടുത്ത് അതിലൊന്ന് പിടിപ്പിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഊർന്നു പോരും ചിലപ്പോഴേ. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ തുമ്പൊന്ന് അതുപോലെ തന്നെ തുണിയിലേക്ക് നമുക്കൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ആ പൈപ്പിങ് ആ ത്രെഡ് അകത്ത് കയറ്റി വെച്ചിട്ട് സൈഡിൽ കൂടെ ചേർത്ത് അതായത് ആ ത്രെഡിൽ സ്റ്റിച്ച് വീഴാൻ പാടില്ല. ആ ത്രെഡിൻ്റെ സൈഡിൽ കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വളരെ സാവധാനം ശ്രദ്ധയോടുകൂടി സ്റ്റിച്ച് ചെയ്യണം നമ്മുടെ ഈ പൈപ്പിങ്. ഇങ്ങനെ ഇത് കംപ്ലീറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിലിത് ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ നെക്കൊക്കെ നമ്മുടെ ടോപ്പിൻ്റെ നെക്കൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പം ഇതുപോലെ നെക്ക് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. മറ്റൊരു വീഡിയോയിൽ നമുക്ക് നെക്ക് കട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ നമ്മളുടെ പൈപ്പിങ് നമുക്ക് രണ്ട് ഭാഗത്തും ഓരോന്ന് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അതായത് രണ്ട് സൈഡിലും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ നെക്കിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും നമുക്ക് ഇത് അതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് പൈപ്പിങ് മാത്രം നമുക്ക് മുകളിലേക്ക് കാണത്തക്കതുപോലെയാണ് അത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡ് വരെയും നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ പൈപ്പിങ്ങിൻ്റെ പട്ടി ഇത്തിരി വീതിയുള്ളതാണല്ലോ, അപ്പം നമുക്ക് ആ സൈഡ് എല്ലാം ഉള്ളിൽ ആകണം, പൈപ്പിങ് മാത്രം മുകളിലേക്ക് നിൽക്കണം. നമുക്കൊരു പിന്നൊക്കെ കുത്തി കൊടുക്കാം, അത് ഊർന്നു പോകാതിരിക്കാൻ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പിന്നെ ഊരിയെടുത്താൽ മതി. അപ്പം ഇത് ചെയ്യുമ്പോഴും ആ പൈപ്പിങ്ങിൻ്റെ സൈഡിൽ കൂടെ മാത്രമാണ് ആ ത്രെഡിൽ നമ്മുടെ സൂചി കൊള്ളാൻ പാടില്ല. അതേ രീതിയിൽ വേണം നമ്മളിത് തുന്നിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സൈഡ് ഫുള്ള് നമുക്ക് ഈ ഒരു പൈപ്പിംഗ് പട്ടി കൊണ്ട് തയ്ച്ചെടുക്കാം. നമ്മൾ തുന്നി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു എൻഡ് വരുന്ന സമയത്ത് അവിടെ നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് വേണം നമുക്ക് നമ്മുടെ പൈപ്പിങ് വീണ്ടും താഴെ സൈഡിലേക്ക് തയ്ച്ചെടുക്കാനായിട്ട്. ഇതേപോലെ അപ്പോൾ ഒരു സൈഡ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് നമ്മൾ ചെയ്യുന്നത് മറ്റൊരു പട്ടി വെച്ചിട്ടാണ്, അല്ലാതെ നമ്മൾ ആദ്യത്തെ ആ പട്ടി ഫുള്ളിങ്ങനെ കൊണ്ടുവരികയല്ല ചെയ്തത്. ഇനിയിപ്പോൾ ഇതാകുമ്പോൾ എളുപ്പമുണ്ട്, തുടക്കക്കാർക്കൊക്കെ വളരെ എളുപ്പം ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇത് നമ്മൾ മറ്റേ സൈഡിലും ഇതുപോലെ ഒരു പട്ടി അകത്തൂടെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുക്കാൻ പറ്റും നമുക്ക്. തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, പൈപ്പിങ് മുകൾ ഭാഗത്ത് വന്നതിന് ശേഷം
നമ്മുടെ സൂചി നമ്മുടെ പൈപ്പിങ്ങിലെങ്ങും കൊള്ളാൻ പാടില്ല. കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈന് ഒരുമാതിരി വൃത്തികേടായി പോകും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ സൈഡ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം നമ്മുടെ ടോപ്പിൻ്റെ സെയിം കളറ് പൈപ്പിംഗ് ആയതുകൊണ്ടാണ് നമുക്ക് എടുത്ത് കാണാൻ പറ്റാത്തത്. നമ്മൾ നെക്കിൽ ഇപ്പം പൈപ്പിംഗ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മറ്റൊരു ഡിസൈനും കൂടെ കൊടുക്കാനാണ് പോകുന്നത്. അതിനായി ഇവിടെ ഒരു ചെറിയ പീസ് തുണി എടുത്തിട്ടുണ്ട്. ഒരു പടി പോലെ നമുക്ക് ഉൾഭാഗത്ത് വെച്ച് കൊടുക്കാനാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു പോട്ട്ലി ബട്ടണൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ പീസ് വെട്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പടി അടിയിൽ വെച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് തയ്ക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ ഒരു 3-4 പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് മടക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ആ ഓപ്പൺ സൈഡ് ആദ്യം നമുക്കൊന്ന് കുറച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മടക്കി വെച്ചിരിക്കുന്ന ഓരോ പീസും എടുത്ത് നമ്മുടെ ടോപ്പ് പീസിൻ്റെ അടിയിൽ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന ആ പട്ടിയിൽ പിടിപ്പിച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇതുപോലെ ഊരിയിട്ട് നമ്മുടെ ആ ടോപ്പ് പീസ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് പൊക്കി കൊടുത്തുകൊണ്ട് നമ്മൾ ഈ മടക്കി വെച്ചിരിക്കുന്ന പീസുകൾ ഓരോന്നും അതിനടിയിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ഓരോ പോട്ട്ലി ബട്ടണും കൂടെ വെച്ച് നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് അടിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് നല്ലൊരു ഡിസൈൻ. ഇതാണ് പോട്ട്ലി ബട്ടൺ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പോട്ട്ലി ബട്ടണൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വേറെ ഇടാം. ഒരു പോട്ട്ലി ബട്ടൺ വെച്ചതിന് ശേഷം പിന്നെ അടുത്തത് നമ്മൾ മറ്റേ ആ സ്ക്വയർ പീസ് മടക്കിയിട്ടുള്ള ആ ഡിസൈനാണ് കൊടുക്കുന്നത്. അങ്ങനെ എൻഡ് വരേക്ക് നമുക്ക് ഈ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലൊരു ഡിസൈനാണ്. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നെക്കിനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇനിയിപ്പം നമ്മൾ ഫുൾ ഇത് ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ ടോപ്പ് പീസാണ് ഇത്. കണ്ടില്ലേ, ഒരുപാട് ഭംഗിയുണ്ട് കാണാൻ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.